ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ കെയർ റുട്ടീനായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ നല്ലോണം ഗ്രോത്ത് ചെയ്യാനും അതുപോലെ തന്നെ ഹെയറിൻ്റെ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനും നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയർ കിട്ടാനും ക്രിസ്പി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഏത് ബ്രാൻഡിൽ നിന്നാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലമ്മിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ പ്ലമ്മിൻ്റെ 3 കിഡിലോസ്കി പ്രൊഡക്ട്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവരുടെ ഷാമ്പു ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സെറം ഉണ്ട്, അതോടൊപ്പം തന്നെ ഹെയർ മാസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റിൻ്റെയും ബെനിഫിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് എന്തൊക്കെ ഗുണങ്ങളാണ് തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ആദ്യമേ തന്നെ നമുക്ക് ഷാമ്പുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഒരു ഷാമ്പുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ജസ്റ്റ് ഷൈനിങ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, മുടിയുടെ ആ ഒരു സ്റ്റാൻസ് ഒക്കെ നല്ലോണം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിന് കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് മിൽക്കാണ്. അതോടൊപ്പം തന്നെ പെപ്റ്റൈഡ്സ് ഇൻക്ലൂഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈനറും അതുപോലെ തന്നെ സ്മൂത്ത്നെസ്സും അതോടൊപ്പം തന്നെ ആ ഒരു സ്റ്റാൻസ് ഒക്കെ നല്ലോണം സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് 3 മിനിറ്റ് കൊണ്ടിട്ട് നമുക്ക് ഡൾ ആയിട്ടുള്ള ഹെയർ മാറ്റിയിട്ട് നല്ല ഷൈനർ ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടുന്നതായിരിക്കും. 22 ഇൻറ്റു ഷൈനർ എന്നാണ് ഇവർ പറയുന്നത്. ജസ്റ്റ് 1 വാഷ്, അത് എക്സാക്ട്ലി കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് വാഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ആ ഒരു ഡിഫറൻസ് എൻ്റെ ഹെയറിൽ. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ കോക്കനട്ട് മിൽക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എന്ത് റീസ്റ്റോർ ചെയ്യും, അതായത് ആ ഒരു മോയ്സ്ചർ ലെവലൊക്കെ നല്ലോണം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ പെപ്റ്റൈഡ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് നമ്മുടെ ഹെയർ സ്റ്റാൻഡ്സ് ഒക്കെ നല്ലോണം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇവർ പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഷാമ്പു അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ യുണീക്കായിട്ടുള്ള സ്കിൻ ടൈപ്സ് ഒക്കെ അല്ലേ, നമ്മുടെ ഹെയർ ടൈപ്സ് ആണെങ്കിലും എല്ലാം തന്നെ ഡിഫറെൻ്റ് അല്ലേ ഓരോ ആൾക്കാരുടെയും. അതുകൊണ്ടിട്ടാണ് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്, പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുടി നല്ലോണം നറിഷ് ചെയ്യും, അതുപോലെ തന്നെ എൻഹാൻസ് ഷൈനിയർ, അത് നമുക്കൊരു തർക്കമില്ലാത്ത കാര്യമാണ്. എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഷൈനിയറിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ, അതായത് പ്രൈസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഷാമ്പു യൂസ് ചെയ്യേണ്ട കാര്യം ഞാൻ ഇനി പറഞ്ഞുതരാം, ഹൗ ടു യൂസ് എന്നുള്ളത്. നോർമലി നമ്മൾ ആസ് യൂഷ്വൽ നീഡഡ് ക്വാണ്ടിറ്റി, അതായത് കുറച്ച് ഷാമ്പു നമ്മൾ എപ്പോഴും വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത് നന്നായിട്ട് ലേതർ ഫോം ചെയ്യുന്നതാണ് ബെറ്റർ. ഡയറക്റ്റ് നമ്മൾ ഷാമ്പു എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലോ അല്ലെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ആ ഒരു വേ നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഷാമ്പു നമുക്കറിയാമല്ലോ നല്ലോണം പതിപ്പിച്ച് ലേതറാക്കി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ മാസ്കോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നല്ലൊരു കണ്ടീഷണറോ യൂസ് ചെയ്യുക കേട്ടോ. പാക്കേജ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കേജിങ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ആ ഒരു കോക്കനട്ടിൻ്റെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ഡീറ്റെയിലും അവർ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ വൈസും അതുപോലെ തന്നെ പ്രൈസും, അതായത് 349 രൂപയാണ്. 250 ml ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും, അതായത് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ആനിമൽ, അതായത് ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പാരബൻസ് ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ലെന്നുള്ള ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ബ്യൂട്ടി ബ്രാൻഡാണ്, അതായത് വേഗൻ ആയിട്ടുള്ളൊരു ബ്യൂട്ടി ബ്രാൻഡ് കൂടിയാണ് പ്ലം എന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ പമ്പോട്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, കണ്ടില്ലേ നല്ലൊരു ഷൈനി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ. ഇതിലൊരു ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു സംഭവം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നമുക്കിത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ, അതായത് ആ ഒരു ഷാമ്പു കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷാമ്പുവിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഹെയർ മാസ്കിലേക്ക് കിടക്കാം. നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് പ്ലമ്മിൻ്റെ തന്നെ ഹെയർ മാസ്ക് ആണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഹെയർ കെയറിൽ. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈസി ടു ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ മാസ്കിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ നല്ല വൈറ്റ് ക്രീമി ടെക്സ്ചറാണ്. നല്ല അടിപൊളി കോക്കനട്ടിൻ്റെ സ്മെല്ലുണ്ട്. ഹെയർ മാസ്കിലും കോക്കനട്ട് മിൽക്കും അതുപോലെ തന്നെ നമ്മുടെ പെപ്റ്റൈഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻഡ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ആ ഒരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഒക്കെ റീസ്റ്റോർ ചെയ്യാനും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷൈനിങ് ഒക്കെ നമ്മുടെ ഹെയറിന് കൊണ്ടുവരാനും ഫ്രിസ് ഫ്രീ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പെപ്റ്റൈഡ്സ് ആൻഡ് കോക്കനട്ട് മിൽക്കിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഒക്കെ റീസ്റ്റോർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോഴും ആ ഒരു സെയിം ബെനിഫിറ്റ് ആണ് നമ്മുടെ ഹെയറിന് കിട്ടുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു
ഷൈനിങ് ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ സഹായിക്കും കേട്ടോ. നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈനിങ് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ബ്രേക്കേജ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു നറിഷ്മെന്റ് ഒക്കെ തരും. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട കാര്യം ഇതിൽ ഷീ ബട്ടും സ്ക്വാലൈൻസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ബ്രേക്കേജ് നമ്മുടെ ഹെയറിന് ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ നന്നായിട്ട് ഹെയർ സ്മൂത്തൻ ചെയ്ത് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100% വേഗൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യം ഇതിൽ പാരബെൻസോ അതായത് പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അതായത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഹെയറിന്റെ ഓരോ സ്ട്രാൻഡ്സും ഡീപ്പായിട്ട് കണ്ടീഷൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് നല്ല ഷൈനിയർ ആയിട്ട്, അതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷൈനിങ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഷൈനിങ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ലോണം ബ്രേക്കേജ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് സ്ട്രോങ് ആക്കുകയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷൈനിയർ ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ഹെയർ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ. അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒന്നും ഹാമായിട്ട് എഫക്ട് ചെയ്യാണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ലോണം കണ്ടീഷൻ ചെയ്യും. ഹെയർ ബ്രേക്കേജ് ഇല്ലാണ്ട് നല്ലോണം വോളിയം കിട്ടാനും നമ്മുടെ ഹെയർ ഫൈബേഴ്സ്, അതായത് സ്ട്രാൻഡ്സ് മാത്രമല്ല സ്ട്രെങ്തൻ ചെയ്യുന്നത്, ഹെയറിന്റെ ഫൈബേഴ്സിനെ പോലും നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഷാമ്പൂഡ് ആയിട്ടുള്ള ഹെയർ, അതായത് വാഷ് ഓഫ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കണ്ടീഷണർ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റ് നമ്മൾ ലീവ് ഇറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നല്ലോണം, അതായത് വെള്ളം ഒഴിച്ച് വാഷ് ഓഫ് ഒക്കെ ചെയ്തിട്ട്, അതായത് ഒരു ടവൽ വെച്ച് നന്നായിട്ട് നമ്മൾ ഹെയർ ഒപ്പിയെടുക്കുക, അതായത് നന്നായിട്ട് തോർത്തുക. അതാണ് നമ്മുടെ ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആ ഒരു ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്തു, നമ്മൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്തു. ഇനി ഫൈനലായിട്ട് നമ്മുടെ മുടി ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമ്മുടെ മുടിക്ക് നല്ലൊരു എക്സാക്റ്റ് കെയർ കിട്ടണമെങ്കിൽ ഈ ഒരു സെറം കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ പ്ലമ്മിൻ്റെ സെറമാണ് കേട്ടോ, അതും ഹെയർ സെറമാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് കോക്കനട്ടും അതുപോലെ തന്നെ സ്ക്വാലൈനും ആണ്. ആസ് യൂഷ്വൽ ആ ഒരു മോയ്സ്ചറൈസിങ്ങും ഷൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാൻഡ്സ് ഒക്കെ നല്ലോണം സ്ട്രെങ്തൻ ചെയ്യാനൊക്കെയാണ് ഈ ഒരു ഹെയർ സെറോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ സ്ക്വാലൈൻസും പിന്നെ ഇതിൽ ആൽമണ്ട് ഓയിൽ ഉണ്ട്. സോ ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ ആസ് യൂഷ്വൽ നമ്മുടെ മുടിയൊക്കെ നല്ലോണം നറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫ്രിസ് ഫ്രീ ആയിട്ട് നമ്മുടെ ഹെയറിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ സ്ക്വാലൈൻസ്, പെപ്റ്റൈഡ്സ് അല്ല കേട്ടോ, സ്ക്വാലൈൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പമ്പ് ഔട്ട് ചെയ്യുക. ഹെയർ സെറം നമ്മൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ വൈസ് കാണിച്ചു തരാം. ജസ്റ്റ് 1 or 2 പമ്പ് മാത്രം എടുക്കുക. ഹെയർ സെറം ഒരിക്കലും നമ്മൾ ഒരുപാട് എടുക്കരുത്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ തടയുക. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. നല്ലൊരു ഷൈനിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അതും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷൈനിങ് ആണ് കിട്ടുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഹെയർ കെയറിന് നമുക്ക് പറ്റിയ 3 പ്രൊഡക്ട്സ് ആണ്, ആരും മിസ് ചെയ്യരുത്. വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. പ്രൈസ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ നല്ലൊരു ഷൈനിങ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഹെയർ സെറം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഡൾ ആയിട്ടുള്ള ഹെയർ ഒക്കെ പോയിട്ട് നല്ല സൂപ്പർ ഷൈനി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെയർ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു കോക്കനട്ട് ഓയിൽ ഉണ്ട്, സ്ക്വാലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ഉണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. അതായത് സൂപ്പർ ഗ്ലോസി ആയിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ആണ് കിട്ടുന്നത്. ഹെയറിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ചകിരി പോലത്തെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ഹെയർ ഒക്കെ മാറി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള സ്ട്രെങ്തൻ ആയിട്ടുള്ള ഹെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എല്ലാ ഹെയർ ടൈപ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഷുവറായിട്ട് 100% റിസൾട്ട് കിട്ടും. പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട്. അതോടൊപ്പം തന്നെ കൂപ്പൺ കോഡ് ആഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അപ്പോൾ ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ പ്ലമ്മിൻ്റെ നമ്മുടെ കോക്കനട്ട് ഹെയർ കെയർ റേഞ്ചിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.